വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ്. ഞാനിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് തേങ്ങ കൊണ്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കാനാണ്. അപ്പോൾ കുറച്ച് നാളികേരം ഞാൻ ചെരുകി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ വീത്തിൻ്റെ അത് വറുക്കാൻ പോവാം. നന്നായിട്ട് ഫ്രൈ ആവണം. കുറച്ച് ഉപ്പിടുന്നുണ്ട്. കുറച്ച് നാളികേരം എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ വെച്ച നാളികേരം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പം ഞാൻ അതിൽ വേറെ പാത്രത്തിലിട്ടെ. പിന്നെ ചെയ്യേണ്ടത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ വീത്താം. കുറച്ച് വീത്തിയാൽ മതി കേട്ടോ. അപ്പം നമ്മൾ അതിൽ കുറച്ച് ചുവന്നുള്ളി, അതുപോലെ ഒരു 5-6 കോറ്റ് വെളുത്തുള്ളി, പിന്നെ കുറച്ച് ഇഞ്ചി. അപ്പം ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുള്ളൂ. കുറച്ച് നാളികേരമല്ല ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നാളികേരം കൂടുതൽ എടുക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് കൂട്ടേണ്ട വരും. പിന്നെ വേപ്പില, പിന്നെ അതിലേക്ക് 3 വറ്റൽമുളക്, പിന്നെ കുറച്ച് കുരുമുളക്. ഇതൊന്ന് ഫ്രൈ ആവണം. നമ്മൾ വെച്ച കൂട്ട് നന്നായി ഫ്രൈ ആയി. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, കുറച്ച് മുളക് പൊടി, നമ്മൾ നേരത്തെ ആക്കി വെച്ച നാളികേരത്തിലിടണം. എന്നിട്ട് ഇത് നന്നായി തണുത്തിട്ട് നമ്മളിത് മിക്സിയിലടിക്കണം. മിക്സിയിലടിക്കുമ്പോൾ കുറച്ച് കോൽപ്പുളി കൂടി കൂട്ടിയിട്ട് അത് മിക്സിയിലടിച്ചിട്ട് ഞാൻ വരാം. നമ്മളിപ്പോൾ ആക്കി വെച്ച കൂട്ട് ഞാൻ മിക്സിയിൽ ഗ്രൈൻഡറിൽ അടിച്ചു വെച്ചു. ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവന്നു. നമുക്ക് ഞാനിപ്പോൾ കുറച്ച് കോൽപ്പുളി എടുത്തോളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ള കോൽപ്പുളി ഇതിൽ കൂട്ടാണ്ട. പുളിക്ക് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കുറച്ചധികം പുളി ഇടാം. നന്നായി അങ്ങോട്ട് അറിയണ്ട, ഒരു വിധം അറിഞ്ഞാൽ മതി. അപ്പോൾ നമ്മുടെ തേങ്ങ ചമ്മന്തി റെഡിയായി. ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് വീട്ടിൽ ചെയ്ത് നോക്കിയോളാം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളാം. അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തോളാം. എല്ലാവരും ഇത് വീട്ടിൽ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.